ജീവ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 47-48 വചനങ്ങൾ. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം, 12 പേരിൽ ഒരുവനായ യൂദ അവർക്ക് മുൻ നടന്നു യേശുവിനെ ചുംബിക്കുവാൻ അടുത്തു വന്നു. യേശു അവനോട്, യൂദയേ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ അനുവാചകർക്ക് നൽകുന്ന ഒരു സുവിശേഷമാണ്. 22-ാം അധ്യായം തന്നെ വളരെ വ്യത്യസ്തമായ പല സംഭവങ്ങളാൽ വിരചിതമാണ്. കർത്താവായ യേശുക്രിസ്തു പെസഹ ആചരിക്കുന്ന കാര്യവും പത്രോസിന്റെ തള്ളിപ്പറച്ചിലും, കർത്താവായ യേശുക്രിസ്തു അന്ത്യ അത്താഴം കഴിച്ചതിന് ശേഷം ശിഷ്യന്മാർക്ക് തിരുവത്താഴത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും, ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശുക്രിസ്തുവിന് സംഭവിച്ച കാര്യവും, പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ സംഭവങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഈ അധ്യായത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഈ 22-ാം അധ്യായം പഠിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ 3 പ്രധാനപ്പെട്ട ആത്മീയ ചിന്തകൾ ഇന്ന് പങ്കിടാനായിട്ടാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സർവജ്ഞാനം, അത് എല്ലാ പുസ്തകങ്ങളിലും വ്യക്തമായി കാണുന്നുണ്ടെങ്കിലും ഈ അധ്യായത്തിൽ 3 വ്യത്യസ്തമായ ഭാഗങ്ങളിൽ അത് നമുക്ക് എടുത്തു കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം പെസഹ ആചരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. 22-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള ഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തു അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് അത് സർവജ്ഞാനത്താൽ അത് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. നിങ്ങൾ പോയി പെസഹ ഒരുക്കണം, ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചതിന് 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയും. അവൻ വിരിച്ചൊരുക്കി ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. പെസഹ ഒരുക്കേണ്ടത് എങ്ങനെയാണെന്നും ഏത് വീട്ടിലാണ് ആ കാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം കർത്താവായ യേശുക്രിസ്തു തൻ്റെ സർവജ്ഞാനത്താൽ ശിഷ്യന്മാരോട് പറയുന്നതാണ് സംഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് സർവജ്ഞാനിയായ, എല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന ഒരു മഹോന്നതനായ ദൈവമാണ്. രണ്ടാമത്, പത്രോസിന്റെ തള്ളിപ്പറച്ചിൽ നമുക്ക് കാണാൻ കഴിയും. 22-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയും എന്നുള്ള കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം കഴിഞ്ഞ് തിരിഞ്ഞു വന്ന് ശിഷ്യന്മാരെ ഉറപ്പിക്കും എന്ന് കർത്താവ് പറയുകയാണ്. അർത്ഥാൽ, അല്ലയോ ശീമോനെ, നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യത്തക്ക നിലയിൽ, നീ ദൈവകൃപയിൽ വീണു പോകത്തക്ക നിലയിൽ നിനക്കെതിരെ പിശാച് അറ്റാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കുവാൻ കർത്താവ് അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ പത്രോസിന്റെ തള്ളിപ്പറച്ചിൽ കർത്താവ് തന്റെ സർവജ്ഞാനത്താൽ കണ്ടിട്ട് പത്രോസിനോട് പറയുന്നത് കാണാൻ കഴിയും. നമ്മുടെ കർത്താവ് സർവജ്ഞാനിയായ കർത്താവാണ്. 3-ാമത്തെ സംഭവമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യൂദ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. 47-48 വചനങ്ങൾ വായിക്കുമ്പോൾ യൂദ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. യൂദയ്ക്ക് മാത്രമേ അറിയുള്ളൂ താൻ എന്തിനാണ് അടുത്തു വരുന്നത്. എന്നാൽ കർത്താവ് യൂദയെ കണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നാം അവിടെ കാണാൻ കഴിയുന്നത്. 48-ാം വാക്യം, യേശു അവനോട്, യൂദയേ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത്? അവൻ ചുംബിച്ച്
കാണിച്ചു കൊടുക്കാൻ വന്നിരുന്നു എന്നുള്ള കാര്യം യൂദയ്ക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ കർത്താവ് അങ്ങോട്ട് ചോദിക്കുകയാണ്, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? സത്യത്തിൽ യൂദ ഞെട്ടിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. എല്ലാം അറിയുന്ന, എല്ലാം ഗ്രഹിക്കുന്ന, എല്ലാം കാണുന്ന ഒരു സർവജ്ഞാനിയായ കർത്താവ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിസാര പ്രശ്നങ്ങൾ അത് ദൈവത്തിനു മുമ്പാകെ വളരെ നിസ്സാരമാണ്. നമുക്കൊരു പക്ഷേ വലുതാണ് എന്ന് തോന്നാം. എന്നാൽ നിന്റെ ഏത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും കർത്താവിന് അത് വളരെ നിസ്സാരമാണ്. കാരണം ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന മഹോന്നതനായ ദൈവം. എല്ലാവരും നിന്നെ തള്ളിയാലും, നിന്നെ സാമ്പത്തികമായ ആരും സഹായിച്ചില്ലെങ്കിലും, നിന്നെ ചുറ്റുപാടുള്ള ആളുകൾ, നിന്റെ സുഹൃത്തുക്കളൊക്കെ അപമാനത്താൽ നിന്നെ തള്ളിയിട്ടാലും, ആരോടും പറയാൻ വയ്യാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കർത്താവിന് നിന്നെ വളരെ വ്യക്തമായി അറിയാം. കർത്താവ് സർവജ്ഞാനിയാണ്. ആ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനാണ്. നിന്റെ ഏത് പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു മഹോന്നതനായ ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള കാര്യം നീ ഓർക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സർവജ്ഞാനത്തിൻ്റെ ഈ 3 ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ ആത്മീക നവോത്ഥാനത്തിന് കാരണമാക്കി തീർക്കുമാറാകട്ടെ. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദിവസവും ഞങ്ങൾ അങ്ങേക്ക് പ്രസാദമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പല വിധത്തിലുള്ള രോഗങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ സന്നിധിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.